ഇവന്മാരുടെയൊക്കെ ഗുണം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത്. എന്തായാലും ഏറ്റ് അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇന്ന് ആർ പി കയറുന്നില്ല കഴിച്ചു. ഞാൻ സത്യമായിട്ട് ആർ പി കയറാനുള്ള മൈൻഡല്ല. സത്യമായിട്ട് ഞാൻ മൈൻഡ് ഔട്ട് ആയ മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുക മൈൻഡ്. ഞാൻ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് പോകും. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം എന്നിട്ട് പുറത്ത്. എനിക്ക് സത്യമായിട്ട് ആർ പി കയറാനുള്ളൊരു മൂഡിലല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കളിക്കാൻ പറ്റിയ ഗെയിം ഉണ്ട് അറിയാമോ? അയ്യോ എനിക്കൊന്നും കളിക്കാൻ വയ്യ ബ്രാവോ. സത്യമായിട്ടും പറയാമല്ലോ, സത്യം പറയാമല്ലോ, മടുത്ത്. സിറ്റുവേഷനിൽ കളിക്കാൻ പറ്റിയ ഗെയിം ഇതിന്റെ പേരെന്തായിരുന്നു? ഗെറ്റിംഗ് അന്ന് ഓവർ കളിച്ച ഗെയിമാണ്. ഗെറ്റിംഗ് ഓവർ മൈ ബെനറ്റ്ഫോർഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അടിപൊളിയാ. ആ ഒരു ഏക്കണം കെട്ടവൻ ഒരു കല്ലും കൊണ്ട് കല്ലും പറിക്കാത്ത കയറുന്ന അയ്യോ മറ്റേ സാധനം ഇതല്ലേ ചട്ടിക്കത്തിരിക്കുന്നില്ലേ? പിടിച്ചു കയറുന്ന ആ ഒരു പുണ്ടശി ഉപ്പിലിട്ട് വെച്ചിരിക്കും. അവൻ ആ കുടത്തിനകത്തുനിന്ന് ഒരു കമ്പിട്ട് കയറണം. ഞാൻ അതൊരു ജീവിതം വെറുത്ത് പോയതാണ് ബൂട്ട് ക്യാമ്പിൽ ഇരുന്ന സമയത്ത്. നല്ല രസമുണ്ടോ വീഡിയോ? ഞാൻ ഇന്നാ കണ്ടേ. ഏത് വീഡിയോ ചേട്ടാ? ഗ്യാങ് വണ്ടിയുടെ. ഞാൻ നാട്ടിലായിരുന്നേ. എന്റെ മോളിലൊരു വീഡിയോ ഇല്ല ചേട്ടാ. അതുകൂടെ വന്നപ്പോഴാണ് ഇവന്മാർക്ക് ഇത്രയും പൊട്ടിയത്, മനസ്സിലായോ? വീഡിയോയിലെ വണ്ടിയുടെ ഷോർട്സ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 ഫ്രെയിം ഉണ്ട്. ഒന്ന് ജോക്കിയുടെ ഫ്രെയിം, ഒന്ന് ഈഗിളുടെ ഇൻട്രൊഡക്ഷൻ ഇല്ലേ, അയ്യോ അത് വണ്ടി ഫ്രെയിം ഉണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. മിസൈൽ 3 വിടുമ്പോ എന്റെ 3 വരും. അതിനുശേഷം വണ്ടി വരുന്നത്. എടാ അപ്പോഴേ ഞാൻ അങ്ങോട്ട് ഇറങ്ങൂടാ. ബൈ ബൈ. നിങ്ങളെ ബൈടാ. പ്രാവോ പിള്ളേരെല്ലാവർക്കും ബൈ ഗൈസ്. കയറി പോടാ ബൈടാ. കോക്കനട്ട് സിമുലേറ്റർ ഇത് മറ്റേ ഗെയിം അല്ലേ? ഇത് ഇവർക്ക് ഓഡിയൻസ് കളിക്കുന്നത്. ഞാനിവിടെ കളിക്കാം. ഇന്ന് ഓഡിയൻസ് കളിക്കും. ഇത് ഓഡിയൻസിനുള്ളതാണ്. ഇന്ന് അവർ കളിക്കട്ടെ. നിങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കേ സ്കോറ്. രണ്ടു മണിക്കൂർ കുറവാ കളിച്ചേക്കുന്നത് റീഫണ്ട് ചെയ്യാൻ കേട്ടോ. ഇത് 50 രൂപ ഞാൻ ബാബുവിന് മുറുക്കാൻ മേടിച്ചു കൊടുത്തതാണെന്ന് വിചാരിച്ചോളാം. ഇതെന്തിനാ സ്കോർ കയറുന്നത്? എന്തിനാ കണ്ടോണ്ടിരിക്കുന്നുണ്ട്? തെങ്ങന്ന് വീഴുന്ന തേങ്ങ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യൂലല്ലോ ബ്രാവോ. തെങ്ങന്ന് വീഴുന്ന തേങ്ങയ്ക്ക് ഏകമുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വീണെടുത്ത് കിടക്കുക, അല്ലെ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നവരെ വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് ഈ ഗെയിം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ ഒരു 5000-6000 പോയിന്റ് ആകുമ്പോ ഒരു എംബോക്ക് ഈ ബീച്ച് സൈഡിൽ കൂടെ വന്നിട്ട് ഈ തേങ്ങ എടുത്തോണ്ട് പോകും. അവിടെ വെച്ച് ഗെയിം തീരുന്നു. ഈ ഗെയിം അങ്ങനെ ആണെങ്കിലും ചിലപ്പോ ഇല്ലടാ, ഞാൻ ഗെയിം കളിക്കാനുള്ള മൂന്നിലല്ലടാ ഗെയിം. പിന്നെന്തോ ബീച്ചിന്റെ സൈഡിൽ ആരെങ്കിലും ഇങ്ങനെ കിടന്നിരുന്നേ കൊള്ളായിരുന്നു. അപ്പുറത്തൊരു തേങ്ങ കിടക്കുന്നടാ ലെഫ്റ്റില്. ഇതേപോലെയുള്ള വേറെ ഏതൊരു പ്ലെയർ ആയിരിക്കും. ഇത് മൾട്ടിപ്ലെയർ ആണ്. ആ ഒത്ത സൈഡിലായിട്ട് മാറി കിടക്കണ അത് ചന്ദ്രനാ. അത് അവന്റെ കണ്ടായിരുന്നു. ആ സൈഡിൽ ഈ സൈഡിൽ കിടക്കണ അത് ചന്ദ്രനാ. ഇത് പൊടിച്ചു വരുമോ? പൊടിച്ചു വരുമോ? എന്തും അരിമില്ല പൊടിച്ചു വരാൻ. ഇത് മുളച്ചിങ്ങനെ മുളച്ചു വരാൻ ഇതില് തേങ്ങ പോലെ മുളയ്ക്കുമല്ലോ എടാ. പക്ഷെ ഉപ്പ് വെള്ളമല്ലേ. അപ്പൊ പിന്നെ അപ്പുറത്തേക്കുന്ന തെങ്ങൊക്കെ എങ്ങനെ വളർന്നേ? അത് ശരിയാണ്. നല്ല വെള്ളം ആരോ ഒഴിച്ചു കൊടുത്തു. നല്ല വെള്ളം ആരോ ഒഴിച്ചു കൊടുക്കണ. ഫിൽട്ടറായി. ഇവ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവൂടാ ഈ കളി വെച്ച്. എത്ര വാങ്ങിട്ടുണ്ടോ ഈ ഗെയിം? 50 ഉണ്ട്. അതറിയാൻ പറ്റുമോ സ്റ്റീമില്? നോക്കട്ടെ. സ്റ്റീം ഓപ്പൺ ആവുന്നില്ലല്ലോ. നോക്ക് സ്റ്റോർ പേജ് എടുത്തേ നോക്കട്ടെ. എവിടെ സ്റ്റോർ പേജ് മുകളിൽ അതിന്റെ റീസെന്റ് റിവ്യൂസ് വെരി പോസിറ്റീവ്. ഈ തന്തയിലന്മാരെ അടിക്കണം. ഇതെവിടെ റിവ്യൂ ഇടണേ? ഇതിന് റിവ്യൂ ക്ലിക്ക് താഴെ താഴെ താഴെ. എവിടെ യൂസർ റിവ്യൂസ് വെരി പോസിറ്റീവ്.
ഇതിന് റിവ്യൂ ഇടുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഗൈസ് ആരെങ്കിലും? ലാംഗ്വേജ് ഒക്കെ കണ്ടോ? ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓ എത്ര ലാംഗ്വേജിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. എല്ലാത്തിലും ഓരോ തേങ്ങ കാണിച്ചാ പോരെ തന്തയില്ലാത്തവരെ. You are a coconut. You are on the beach. There are other coconut around you and not only coconuts. എന്തുവാടാ? ആംബിയൻ സൗണ്ട് ഒക്കെ ഉണ്ട്. ആടെ സീനില്ല അതിപ്പോ പറ്റത്തില്ല കാണിക്കാൻ ഷോക്ക്. അതിന്റെ ഇടയ്ക്ക് കൂടെ അവന്റെ വീണവായന കളിക്കാൻ പോന്നെ. പുതിയ മാപ്പ് ഒക്കെ ഉണ്ട്. വേറെ മാപ്പ് എടുത്ത് പുതിയ മാപ്പാ. ന്യൂ മാപ്പ് നടക്കും. ന്യൂ വിഷ്വൽ എഫക്ട്, ന്യൂ മാപ്പ്. വിഷ്വൽ എഫക്ട് എന്ത് വരണേ? ഏത് ഗെയിമാ? കോക്കനട്ട് Coconut സിമുലേറ്റർ. simulator 2. ഇതോ? എടാ മല വാങ്ങ് പർച്ചേസ് ചെയ്യ്. അത് ഞാൻ തേങ്ങക്കളി. എടാ അതെ. ആദ്യത്തത് എല്ലാരെയും പറ്റിച്ചെന്ന് ചേർന്ന് അവന്മാരിതേ പുതിയ സാധനം ഇറക്കി കളിക്കാൻ പറ്റുന്ന. അന്ന് വേറെ സാധനം ഉണ്ട്, ഫീവർ മീം എന്നും പറഞ്ഞ അന്ന് കളിച്ചത്. അയ്യോ അത് വേണോ അല്ല? എന്തുവാ? ഫീവർ അത് മീം കളി ഫീവർ എന്തുവാ മല? Face cam വെക്കണേ. ഫേസ് ക്യാം ഉണ്ട്. ഫേസ് ക്യാം ആണ്. ഫേസ് ക്യാം ഫീവർ മീം ഫീവർ മീം ഫീവർ ഗെയിം കളിക്കാനുള്ള ഒരു മൂഡിലല്ലടാ. അത് മൂടുള്ളപ്പോ കളിച്ചാൽ മതിയാണ്. മൂടുള്ളപ്പോ കളിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ സ്പെല്ലിംഗ് പറഞ്ഞേ. FEVER. ഫീവർ ഫീവർ മെമ്മി. ഫിവർ മെമ്മി. മൂടുണ്ടാക്കി കളിച്ചാൽ മതി, അല്ലെങ്കിൽ 197 രൂപ. ഇതാ എന്തോ തീയോ? എന്താ അത് തന്നെ വാങ്ങിച്ചിട്ട് നാളെ കളിക്കാം. വിഷയ സാധനമാണ്. അല്ലത് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് ഇത് പൈസ ആണോ? പൈസ ആണോ? പൈസ ആണോ? ഇതെന്താ? You died a stupid death. ഇത് ലെവൽ ഡെവലിന്റെ 3D ഇത് തോന്നണല്ലേ? ഇത് കൊള്ളാം. വാങ്ങിടാ. ഇതൊന്നും കാണാതെ, ഇതൊന്നും കാണാതെ കളിക്കണം, എങ്കിലും ഒരു ഫീല് കിട്ടും. ഇത് മറ്റേ തന്തയില്ലാത്ത കളിയാട്ടാ ഇത്. ഇല്ല ഇല്ല ഇതൊന്നും കാണാൻ നിക്കല്ലേ അണ്ണ. ഞാൻ കളിച്ച പോലെ അണ്ണൻ കളിക്കണം, എങ്കിലേ അണ്ണൻ ആ ഒരു പ്രതികേഷൻ ആവും. പിന്നെ ഞാൻ കളിച്ചോന്നോ, ലൈവിൽ കളിച്ചു അറിയാവുന്നത്. കളിക്കണമല്ലോ. ഇത് ഞാൻ ആട്ടൊക്കെട്ടാക്കിട്ടേക്കാം. പക്ഷെ ഞാൻ നാളെ കളിക്കാൻ കഴിയും. സത്യമായിട്ട് ഇന്ന് എനിക്കൊരു കളിക്കാനുള്ള മൂഡില്ല. ഞാൻ ഭയങ്കര മൂഡൗട്ട് ഇട്ടിരിക്കുക. വെറുതെ നിങ്ങൾക്കും അത് കിട്ടൂല. അണ്ണ ഇനി എന്ത് പരിപാടി? ഞാൻ ഒന്നുമില്ലടാ. ഞാൻ നിങ്ങളാരും ലൈവ് അല്ലേ ഇവിടെ? നമുക്ക് ഞാൻ സിറ്റി വല്ലതും വരാം. അയ്യോ ഫേസ് ക്യാം ഓണാക്കാൻ എനിക്ക് ഒട്ടും വയ്യ. ഡിസ്കോ ട്രോൾസ് കണ്ടോണ്ടിരിക്കാൻ സത്യം പറഞ്ഞു. ഞാൻ നാളെ വരാൻ കേസ്, അതാണ് നല്ലത്. എനിക്കൊരു ചെറിയൊരു പണി തീർക്കണ്ട. എൻ്റെ മൈൻഡിൽ അതാണ്, എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് സമാധാനം കിട്ടത്തില്ല എനിക്കത് ചെയ്തില്ലെങ്കിൽ. എനിക്കത് എന്റെ കൈ ഈരൊക്കെ തരിക്കുമായിട്ട്, കൈ ഈരക്ക് വെള്ളം അടിച്ചിട്ട് വെള്ളം അടിക്കാത്ത പോലെ അല്ലേ വിറക്കുന്നത്? എനിക്കങ്ങ് എന്തോ പോലെ എനിക്കങ്ങ് പെട്ടെന്ന് എനിക്ക് ഇത് അങ്ങ് ചെയ്ത് തീർക്കാതെ ഒന്നും നടക്കൂല. അത് മ്യൂട്ട് വിളിച്ചാ പോരെ? സ്വാതന്ത്ര്യം കിട്ടൂല. അത് അവിടുന്ന് ഞാൻ ഇവിടെ കോൺസെൻട്രേഷൻ ആയി പോവും. അവര് വെയിറ്റ് ചെയ്യണല്ലോ, പെട്ടെന്ന് പോണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായി പോയി എനിക്ക്. ഫുൾ ഫ്രീ ആയിട്ട് വിളിക്കണം അതല്ലേ ഞാൻ എത്ര ക്യൂരിയസ് ആയിട്ടിരിക്കണേ. കുറെ നാളായി. കേസ് അപ്പൊ അത്രേ ഉള്ളൂ. എന്താ, ജീവിതം ഒരു തേങ്ങ പോലെയാണ്. താല്പര്യമുള്ളവർ എടുക്കും. ചില ആൾക്കാർ ഇങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടക്കേണ്ടി വരും. കരിക്ക് കുടിക്കാൻ തോന്നുമ്പോൾ തെങ്ങും തേങ്ങയും കരിക്കും എല്ലാം രാജാവാ. പെപ്സി വന്നാ ഇത് കുടിക്കൂലല്ലോ. ഞാൻ പറഞ്ഞു ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാർ കുടിക്കും. ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവരല്ലേ കുടിക്കുള്ളൂ. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വരുമല്ലോ. അതില്ല. പൊട്ടത്തേങ്ങ നീ തന്നെ ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ ചാറ്റില്. കിഡ്നി ടച്ചിങ് സത്യം 2024 ആദ്യത്തെ പാടാണേ. പക്ഷെ ഒരു വർഷം തുടങ്ങിയപ്പോ തന്നെ അറിഞ്ഞത് നന്നായി കേട്ടാ. അല്ലെങ്കിൽ ഈ വർഷവും ഞാൻ ഈ കുണ്ണുകളൊക്കെ വിശ്വസിച്ച് നമ്പിയിരുന്നേനെ. 24 hours ലൈവ് എപ്പോ സർ? ഞാൻ ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ മറ്റേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം കോച്ച് എനിക്ക് ഞാൻ ഒരു ഫേസ് ക്യാം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫേസ് ക്യാം 2 ഫേസ് ക്യാം വേണം അത് ചെയ്യണമെങ്കിൽ കോച്ച്.
രണ്ട് ഫേസ് ക്യാം ഉറങ്ങുന്ന കാണിക്കാനായിരുന്നു. അല്ല ഞാൻ പറഞ്ഞില്ലേ കോച്ച്, ഞാൻ മറ്റേ ഇതൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ലെഗോ ബിൽഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലൈവായിട്ട് ലെഗോ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് 2 ഫേസ് ക്യാം വേണം. അപ്പൊ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, ഒരെണ്ണം ഇപ്പൊ വരും. നിറയെ പേര് ചോദിച്ചു. ഏത് ക്യാമറ ഓർഡർ ചെയ്തത്? അതൊരു നോർമൽ ഒരെണ്ണം ഒരു 4K എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 4K ഒന്നും കിട്ടുമൊന്നുമില്ല, അതൊരു നോർമൽ ക്യാമ. അതിനൊരു 4200 രൂപ എന്തോ ഉള്ള ഒരു സാധനമാണ് അത്. ക്രിയോടെ ആ ബ്രാൻഡിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ പറയാം. തേങ്ങ വറക്കി നിങ്ങള്. ബ്രാവോ റാപ്പോ RAPO C500AF. രാത്രിയായല്ലേ, സന്ധ്യയായി. ക്ലൈമറ്റ് മാറി. ഈ ഗെയിം ഏറ്റവും കൂടുതൽ സ്കോർ എടുത്തത് ഞാനായിരിക്കും കേട്ടാ. 15,000 പേരിൽ എന്റെ തേങ്ങ കണ്ടോണ്ടിരിക്കുക. തേങ്ങ അത് വേറെ മാതിരി ഇരിക്കണേ. പക്ഷെ അതല്ലേ നമ്മളതല്ലേ കോച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണേ. അവൻ മുമ്പേ 12,000 എന്ന് പറഞ്ഞ് പുച്ഛിച്ചത് ഇവരെയാണ്. അവന്റെ മാമന്മാരെല്ലാം ഇവിടെ കൊട്ടയാട്ടം നടത്തിയാൽ പോലും വരൂല്ലല്ലോ. കേട്ടാ സേവ് ആയിട്ടാ 760 പോയിന്റില്. ഗ്യാങ് ഫണ്ട് അതും കേൾക്കുന്നു മനസ്സിലായി. ഗ്യാങ് ഫണ്ട് ഞാൻ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ നടത്താം കോച്ച്, ഗ്യാങ് ഫണ്ട്. എന്തിനാ കോച്ച് വെണ്ടത്തെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്? അതെ, ഈ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ഒരാഴ്ച കൂടെ സമയം കൂട്ടി കിട്ടും. ഇത് അത് തന്നെയല്ലാണ് ലെറ്റർ. എന്തായാലും അണ്ണന് ഗെയിം കളിക്കാൻ താല്പര്യം ഇല്ലാണ്. ഒരു 10,000 സ്കോർ അടിക്കായിരുന്നു. 10,000 റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സ്ട്രീം. നിങ്ങളെ നമ്മളെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കൂടെ സമയം കിട്ടുമോ ഗ്യാങ് ഫണ്ടിട്ട്? പിന്നെ ഉറപ്പല്ലേ? ഒരാഴ്ചയല്ല ബ്രോ, അതെങ്ങനെയാന്ന് വെച്ചാൽ സസ്പെൻഷൻ ഞാൻ വിട്ടേക്കുന്നത് 3 മാസമാണ്. 3 മാസം സമയം കിട്ടും. ശരിയാ, നമ്മള് കർശനമായിട്ട് നടപടി എടുക്കണം. അതെ, എത്രയായിരുന്നു? 70 കോടിയല്ലേ? இவன் டெஸ்ட்ரோ கிரைண்ட் பண்ணி சேர்த்துட்டான்டா. அவன் நடுவுல தான் கேறனால, பட் ஆனாலும் அவன் கிரைண்ட் செய்து. അപ്പൊ ഈകള് 24 എടുത്തിട്ട് പിന്നെ ഞാനൊരു 24 എടുത്തി വരും. എന്താ ഗ്യാങ് ഫണ്ട് കളക്ഷൻ എന്ന് പറഞ്ഞത്? 75. நீங்க தானே சார் சொன்னதே. ஹலோ சார். നാരദ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. നാരദ சார் சொன்னதே நீங்க தான். ஈகிள் ஃபர்ஸ்ட் சொன்னது 30ன்னு நினைக்கிறேன். நீங்க தான் அதுக்கப்புறமா போய் ரூம்ல பேசிட்டு 70 அப்படின்னு சொன்னது. അത് മതിയായിരുന്നല്ലേ? അന്നേരം ഞാൻ അപ്പാമ്മ മറ്റേ കോട്ടിട്ട് കൊടുത്തപ്പോ അപ്പാമ്മ വിചാരിച്ചു അപ്പാമ്മ ഗ്രൈൻഡിങ് ഇല്ലായിരിക്കും. എല്ലാം സെറ്റ് ആയിക്കളെ. നീ നാളെ ഒരു 24 ഒക്കെ ഇടും. എത്ര 70 കോടിയല്ലേ? 75 കോടി തരുന്നു. വിഷയം ഗെയിം. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. അണ്ണ എന്തേലും ഒന്ന് കളിക്ക്. പിന്നെ ഞാൻ ഇത് എന്തെടുത്തോണ്ടിരിക്കും? ഇത് അങ്ങോട്ടും ഇവിടെ മൗസ് തിരിക്കുന്നുണ്ടല്ലേ, ഇത് ഈസി പണിയാണെന്നാണ് വിചാരിച്ചേ. എന്നാ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇത് തീരുന്നവരെ ഇങ്ങനെ തേങ്ങ 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 തേങ്ങ. പൊട്ടനാണല്ലേ? അയ്യോ പറഞ്ഞവരവിടെ അങ്ങനെ വയ്യേ. എടാ എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊക്കെയാണ്, നിങ്ങൾ അബ്നോർമലാ ഈ വർഷം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൂഡ് സ്വിങ്സ്. യെസ്, പെണ്ണുങ്ങളിൽ പീരീഡ്സിന്റെ സമയത്തും ആണുങ്ങളിൽ ഡിപ്രഷന്റെ സമയത്ത് കണ്ടുവരുന്ന ഒരു സാധനമാണ് അല്ലേ? സ്ക്രീൻ ഇടാ. തേങ്ങ കണ്ടോണ്ടിരിക്കുക. പിന്നെ 1700 വരെ എത്തിയത് ഇതാക്കാനോ? കാണാൻ കൊണ്ടിരുന്നത് തേങ്ങ
മറ്റേ സ്ക്രീന് പെട്ടെന്ന് തേങ്ങ കഷ്ടപ്പെട്ട് തെങ്ങി നടത്തിയിട്ടിരിക്കുക. സ്ക്രീന് മാറ്റാൻ ഇപ്പൊ 41%. ഇപ്പൊ ആവുമ്പോ കാണാലോ. താമര നൂലി എടാ കോക്കനട്ട് സിമുലേറ്റർ 13,000 വാച്ചിങ്ങിൽ ഒരാളെ സ്ട്രീം ചെയ്യണം. എനിക്ക് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് കളിച്ച് തീർക്കണം. എനിക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. നമ്മുടെ മറ്റേ ഗെയിം റെഡി ആയിട്ടുണ്ടേ. വെള്ളിയപ്പ് നല്ലതാ. മറ്റേ ഗെയിം തേങ്ങ ഞാൻ കിട്ടിയാണ് കേട്ടാ.